ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയം ജേണി. ഹൃദയപൂർവ്വം ഇനി മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നത്. ഈ സത്യൻകാട് ലാലേട്ടൻ കൂട്ടുകെട്ട് അതുപോലത്തെ ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റുകളാണെങ്കിലും അതിൻ്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം നല്ലൊരു ഫീൽ ഗുഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വികാരമാണ് നമ്മുടെ ഉള്ളിലേക്ക് തന്നിട്ടുള്ളത്. വെൺമതി നീ അരികിൽ നീ മതി, ഈ ഒരു പാട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ പാട്ടിന്റെ വരി പറയാൻ കാരണം ഞാൻ ഇത് എടുത്തു നോക്കി. ജസ്റ്റ് ഒന്ന് ഈ ഹെഡ്സെറ്റിന് ചില സമയത്ത് ഒരു ഭ്രാന്ത് ഉണ്ട്, കാരണം ഒരു ചെവി കേൾക്കും മറ്റേ ചെവി കേൾക്കില്ല. അപ്പൊ അത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇട്ട് നോക്കിയ സമയത്ത് തന്നെ ഭയങ്കരമായിട്ടൊരു ഫീൽ. ആ ഒന്നോ രണ്ടോ വരി കേട്ടുള്ളൂ. ഞാൻ അറിയാലോ, സിദ്ധ് ഇവിടെ വന്ന് എപ്പോഴും സിദ് ശ്രീറാം എപ്പോഴൊക്കെ മലയാളത്തിൽ പാടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല പാട്ടാണ് തന്നിട്ടുള്ളത്. ഇതും അങ്ങനെ തന്നെയാണെന്നാണ് പ്രതീക്ഷ. 3 മണിക്കൂറായി വന്നിട്ട് 77K മുകളിൽ വ്യൂ പോയിട്ടുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. 3 മിനിറ്റ് 37 ആണ് ഇതിന്റെ ടൈം. സോ വെൺമതി ലിറിക്കൽ വീഡിയോ, ഹൃദയപൂർവ്വം, മോഹൻലാൽ, സത്യാന്തിക്കാട്, ശ്രീറാം. പിന്നെ ഇവിടെ ഒരു കാര്യം ഇവിടെ നോക്കാനുണ്ട് കേട്ടോ, ഒറ്റ മിനിറ്റ്. ഓക്കെ, ജെയ്ക്സനെ ഉണ്ട്. റെഡി. വെൺമതി ഇനി അരികിൽ നീ മതി, വാർമുഖി കണിമലരാം എൻ സഖി, പൂക്കും ചിരി തിരി തെളിയും താരകം, നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം, കാൽ താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി, ചേലാമബലായി ഇതൾ വിരിച്ചു വെൺമതി ഇനി അരികിൽ നീ മതി. ഇതാണ് പോസ്റ്റർ വന്നിരുന്നത് അല്ലേ? വാർമുഖി കണിമലരാം എൻ സഖി. ജസ്റ്റിൻ പ്രഭാകർ മ്യൂസിക്, ജെയ്ക്സ് അല്ല, സോറി, ശ്രീറാം, മനു മഞ്ജൻ. നിന്നെ ചുറ്റും കാട്ടായി മേഘക്കൂട പിടിച്ച് മോഹപ്പടവുകളേറി ഞാൻ, ചെല്ല ചുണ്ടത്തിട്ടും മല്ലിത്തേനും കൊതിച്ച് രാഗത്തിരകളിൽ നീന്തി ഞാൻ, രാവണനിലാവിലാദ്യമായി ഞാനലിഞ്ഞു സദാ, ഈ പകൽ നവിലോല സാന്ത്വനം ജീവനായതിതാ, കാറ്റേ നിന്നതും പുതു ഹൃദയം തേടുന്നതും നീയാം സ്നേഹമായി എന്നിൽ നിറങ്ങൾ നിറയെ ഇനി വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി, വാർമുഖി കണിമലരാം എൻ സഖി, പൂക്കും ചിരി തിരി തെളിയും താരകം, നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം, കാൽത്താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി, ചേലാമബലായി ഇതൾ വിരിച്ചു ചിരിച്ചഴക് വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി, വാർമുഖി കണിമലരാം എൻ സഖി. ഹൃദയത്തിൽ നിന്നൊരു സിനിമ എന്ന് പറയാൻ പറ്റട്ടെ ഇതിന്റെ റിവ്യൂവിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്.
പറയേണ്ടത് ശ്രീജാമിന്റെ വോയിസ്. അയ്യോ എന്ത് രസമുള്ള വോയിസാണ്. അത് പറയല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വോയിസ് എന്ന് പറയുന്ന പോലെ. കാരണം വരി ഏതും ആയിക്കോട്ടെ, ഏത് വരിയാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ വോയിസ് അത് കേൾക്കാനുള്ള ഒരു സുഖം ഭയങ്കരമാണ്. നമുക്ക് ഈ പല പാട്ടുകളും കണക്ക് എനിക്ക് എപ്പോഴും പാടുന്ന കേൾക്കുമ്പോൾ പുള്ളിക്കാരുടെ വോയിസിൽ പാട്ട് കേൾക്കുമ്പോൾ ഇതന്നെയല്ല ആ പാട്ട്, ഇതന്നെയല്ല ആ പാട്ട്, അങ്ങനത്തെ ഒരു ഫീൽ വരാറുണ്ട്. കാരണം ചില ടോൺ ഹൈ പിച്ചുകളൊക്കെ എടുക്കുന്ന സമയത്ത്, ചില നോട്ട്സ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഇത് വേറെ പാട്ടുകൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഇവിടെ ഇത് കേൾക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ ഡിയർ കോമ്രേഡ് ആണോ ആ സിനിമയുടെ പേര്, ഇതിലൊരു ഇതുണ്ടല്ലോ, ആ തുള്ളി, ആ മഴത്തുള്ളിയെ കുറിച്ച് ഒരു പാട്ടുണ്ടല്ലോ. അയ്യോ അയ്യോ അയ്യോ, നല്ല ഭയങ്കര കുറേ കാലം പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. അതിലെ ചില സംഭവങ്ങളായിട്ട് കണക്ട് ആവുന്ന പോലെ ഫീൽ ചെയ്യുക. അത് ആ വോയിസിന്റെ ഒരു പ്രത്യേകതയാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള വോയിസ് കൊണ്ട് വേറെ ആർക്കും വോയിസ് ഇല്ലല്ലോ. പുള്ളിക്കാരന്റെ ഏത് പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് അതിങ്ങനെ ഉള്ളിൽ കടക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യണത്. ബട്ട് എന്ത് സുഖമാണ് കേൾക്കാനുള്ളത്, ഭയങ്കര സുഖമുള്ള പാട്ട്, അങ്ങനെ തന്നെ വേണം പറയാൻ. അത് നമുക്ക് മനസ്സിന് മാത്രമല്ല കാതുകൾക്ക് തന്നെ ഭയങ്കര സുഖം. വെൺമതി ഇനി അരികിൽ നീ മതി, ആ സാധനം മുതൽ അങ്ങോട്ട് ആ ഭയങ്കര ഹൈ സാധനങ്ങളൊക്കെ പോണ സമയത്ത് എന്താ രസം. അത് പല്ലവിയാണെങ്കിലും അനുഭവല്യമാണെങ്കിലും മൊത്തത്തിൽ ഭയങ്കര രസമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും തോന്നുന്ന രീതിയിലൊരു പാട്ട്. ആ പാട്ടിലുള്ള ചില സാധനങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അത് ഷൂട്ടിങ്ങിന്റെ ഇടയിലുള്ള സാധനമാണെങ്കിലും അത് പറയുമ്പോൾ ലാലേട്ടൻ ലുക്സ് മോ യങ് അല്ലേ, ഭയങ്കര യങ് ആയിട്ട് ഫീൽ ചെയ്യും. ഒന്നുകൂടി ഭയങ്കരമായിട്ട് ഒരു യുവത്വം തുളുമ്പുന്ന മുഖമായ പോലെ ഫീൽ ചെയ്യും. ഇതിന്റെ ഇടയിൽ ആ മുഖം മാറിയതിനു ശേഷം മാത്രമല്ല, അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറെ പടങ്ങൾ ഭയങ്കര ഏജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അതിനുശേഷം ഭയങ്കര യങ് ആയിട്ടാണ് വരുന്നത്. താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇത്തരത്തിലുള്ള ലുക്ക് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ മറ്റേ സംഭവം എന്തൊക്കെ ചെയ്തല്ലോ കുറെ കാര്യങ്ങൾ, അതിനെന്തോ ഒരു പേരും പറയും, എന്താണ് ഭയോ അങ്ങനെ ഒരു പേരാണ്, എനിക്കറിയില്ല കറക്റ്റ്. എന്തായാലും അത് ചെയ്തത് നന്നായി എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. എല്ലാം നല്ലതിന് എന്ന് പറയുന്ന പോലെ അതും നല്ലതിനാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം മുഖത്ത് വന്നുള്ള ചേഞ്ച്, ലുക്ക് കുറച്ചുകൂടി യങ് ആയിട്ട് ഇപ്പോഴാണ് ഫീൽ, ആ ചെയ്തതിന്റെ ഒക്കെ ഗുണം ഇപ്പൊ കിട്ടുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറെ മണി മൂപ്പർ എടുക്കുന്നുണ്ടാവും, കുറെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടാവും. ബട്ട് അത് സ്ക്രീനിൽ കാണാനുണ്ട്, നമുക്കതാണല്ലോ വേണ്ടത് ഒരു മൂവി കാണുന്ന സമയത്ത്. സോ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന്റെ അടുത്ത ഹിറ്റാവും എന്ന് വിചാരിക്കുന്നു. തുടരും ശേഷം ഹൃദയപൂർവ്വത്തിലൂടെ വീണ്ടും തുടർന്ന് അടുത്ത പടത്തിലേക്ക് പോകാൻ പറ്റും എന്ന് തന്നെ തോന്നുന്നുണ്ട് കണ്ടെടുത്തോളം. ആൻഡ് പല ആളുകളും സത്യനന്ദിക്കാട് മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൽ ചില ട്വിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ചില ഇപ്പൊ ഇതിന്റെ ഗ്ലിംസോ അതല്ല അതിന് മുമ്പ് എന്തോ ചില സംഭവങ്ങളൊക്കെ വെച്ച് സത്യനന്ദിക്കാട് മൂവിയിൽ ഇങ്ങനത്തെ ഷോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ആളുകളും പലതിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നത് കണ്ടു. അത് തുടരും സിനിമ കണ്ടതിന്റെ ഇമ്പാക്റ്റ് ആണ് അത്. ആ ഹാങ് ഓവർ വിട്ടു പോകാത്തതുകൊണ്ട് തന്നെ തുടരും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലി പടമാവും എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഞെട്ടിക്കുന്ന കുറെ ത്രില്ലറും സാധനങ്ങളും കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പോൾ സത്യനന്ദിക്കാട് മൂവിലേക്കും അത് കുത്തിത്തിരികാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ ബോണസ് എന്നല്ലാതെ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഇവരിപ്പോ നമുക്ക് മുമ്പിലേക്ക് ഡെലിവർ ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകളും പോസ്റ്റേഴ്സും പോകുന്നില്ല, ഈ പാട്ടും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ചെറിയൊരു ഗ്ലിംസും എല്ലാം എല്ലാം ഒരു ഫീൽ ഗുഡ് മൂവിയുടെ എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ളതാണ്. സോ ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ പോവുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലാലേട്ടൻ പടം കാണാനാണ് നമ്മൾ പോകുന്നത്. പോവുക, കാണുക, നല്ല സ്മൈൽ, ഭയങ്കര പൊട്ടിശ്ശേരിയില്ലാത്ത ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എന്റെ മുത്ത് വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. എന്റെ ഉള്ളൊരു സന്തോഷമായിരുന്നു, ഒരു ചിരി. ആ ചിരി മുഖന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു സിനിമയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭയങ്കര പൊട്ടിച്ചിരികളില്ല, ഭയങ്കര കരച്ചിലുകളില്ല, ഒരു ചെറിയൊരു സ്മൈലോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും അത്രമാത്രം പ്രതീക്ഷിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ